വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022 മോഡൽ, 2022 മോഡൽ. കാരൻസിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ്, ലക്ഷറി പ്ലസ് ഡീസൽ. അത് മാത്രമല്ല ഇത് കിലോമീറ്റർ വെറും 17,000, 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ ലോ കിലോമീറ്റർ ഓടിയ വണ്ടി, 0 ക്ലെയിം ഉള്ള വണ്ടി, കറക്റ്റ് സർവീസുള്ള അൺടച്ച് പീസ് വണ്ടിയാണ്. അടുത്തതാ നമ്മൾ ഇന്നേ വരെ കാണിക്കാത്ത യൂസ്ഡ് കാസിൽ വേറെ ആരും കാണിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മൾ കാണിച്ചിട്ടില്ല. ഇസൂസു ആണ്. അത് നിങ്ങൾക്കുള്ള റേറ്റ് ആണ്, നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്തുള്ള റേറ്റ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഡീസൽ അതുകൊണ്ടാണ് താങ്ങുന്ന ഒരു ലക്ഷറി യൂസ് ചെയ്യുന്നവര് ബഡ്ജറ്റിൽ ഒരു ഒതുങ്ങുന്ന വണ്ടിയാണ്. അത് പിന്നെ അത്യാവശ്യം മൈലേജും കിട്ടും. സ്പെഷ്യൽ റേറ്റ് ആണ്. ഇപ്പൊ ഇയർ എൻഡ് ആണ്, മന്ത് അല്ല, ഇയർ എൻഡ് ആണ്. ഞാൻ പിന്നീട് ഒരിക്കൽ കൂടി പറയുന്നത്, നിങ്ങൾ ഒരു കാറ് നോക്കുന്ന ആളാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു സെമി പ്രീമിയം സെഗ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കണം എന്നൊരു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങൾ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യുക. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എപ്പോൾ വീഡിയോ എടുക്കാൻ വന്നു കഴിഞ്ഞാലും പല വെറൈറ്റികൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു ഷോറൂമിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഷമീസ് കാസ്, കോഴിക്കോട് ജില്ലയിൽ മാങ്കാവുള്ള ഷമീസ് കാസിനാണ് നമ്മളുള്ളത്. കൂടുതൽ ഡീറ്റെയിൽ ഇന്നത്തെ വെറൈറ്റികൾ എന്തൊക്കെയാണ് നമുക്ക് ഷമീർ ഖാനോട് തന്നെ ചോദിച്ചറിയാം. ഷമീർ ഖാൻ, ഹായ്, സ്വാഗതം. സുഖമല്ലേ? സുഖം. ഓക്കെ, അടിപൊളി. എന്താ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത? നമ്മൾ കഴിഞ്ഞ CBU വണ്ടികൾ, അതേപോലെ തന്നെ ജിംനി, ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വെറൈറ്റികൾ. ഇന്നെന്തെങ്കിലും? ഇന്ന് നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിലുപരിയായിട്ട് ഒരേ സമയം നമ്മളെ കയ്യിൽ 6 താറുകളുണ്ട്. 6 മാത്രം കളക്ഷൻ ഒരേ സമയം നമ്മളെ കയ്യിൽ 2 വരാനിരിക്കുന്നതുകൊണ്ട് ഇപ്പം നിലവിൽ 6 കയ്യിൽ ഇപ്പോൾ റെഡിയിലുണ്ട്. എല്ലാ മോഡലും ഉണ്ട്. ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ ഓക്കെ, 6 താറിന്റെ വെറൈറ്റി ഇവിടെ ലഭ്യമായിട്ടുണ്ട് ഈ ഒരു ഷോറൂമിൽ. അതേപോലെ തന്നെ വേറെയും ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടല്ലേ? നമുക്കെല്ലാം കാണിക്കാൻ പറ്റില്ല, ഒരു 10-11 കാണിക്കാം, നോക്കിയിട്ട് കാണിക്കാം. പ്രീമിയം വണ്ടികളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു വീഡിയോ തന്നെയായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വാഹനത്തിലും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നേരെ വീഡിയോയിലോട്ട് പോകും. ആദ്യ വാഹനം നമുക്കൊരു MG ഹെക്ടറിൽ തുടങ്ങാം. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനമാണ് അല്ലേ? ഓക്കെ, 2019 മോഡൽ, സിംഗിൾ ഓണർ. ഓക്കെ, KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. ഏത് ഓപ്ഷൻ? ടോപ്പ് എൻഡ് ആണോ? ടോപ്പ് എൻഡ് വേരിയന്റ്, പെട്രോൾ ടോപ്പ് എൻഡ് വേരിയന്റ്. പെട്രോൾ ടോപ്പ്, സൺറൂഫ് ഒക്കെ വരുന്നതാണ്. ഷാർപ്പ് CVT, ഓട്ടോമാറ്റിക് MG ഹെക്ടർ, പാനോറമിക് സൺറൂഫ് വരുന്ന, പിന്നെ ടച്ച് സ്ക്രീൻ സെറ്റ് വരുന്ന, ഫുൾ ടൈം ഇന്റർനെറ്റ് വരുന്ന, ബട്ടൺ സ്റ്റാർട്ട് വരുന്ന, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ് ഫീച്ചർ, ഞാൻ കൂടുതൽ പറയണ്ട. MG ഹെക്ടറിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ്, പെട്രോൾ ഓട്ടോമാറ്റിക്. 1.5 അല്ലേ പെട്രോൾ? 1.5 ലിറ്റർ എഞ്ചിനാണ് വരിക. എന്താ പറയുക, ഒരു സെമി പ്രീമിയം കാറ്റഗറി. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മൂവിംഗ് ഉള്ള ഒരു സെഗ്മെന്റാണ് MG ഹെക്ടർ. അത് രണ്ടാമത്തെ അട്രാക്ഷൻ ഇത് ഈ പുതിയ വണ്ടിക്ക് 23 ലക്ഷത്തിന്റെ മുകളിൽ വരുന്ന വണ്ടിയാണ്. അതെ, തീർച്ചയായും. നീ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നവർക്ക് അതിന്റെ ഒരു ഏകദേശം റേറ്റ് വൈസ് നല്ല വ്യത്യാസം വരുന്നുണ്ട്. റേറ്റ് വൈസിൽ പുതിയത് എടുക്കുന്നവർക്ക് നല്ല പൈസ വരും. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഒരു MG എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല സെലക്ഷനാണ്. ഇനിയിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം വരില്ല അല്ലേ? ഇല്ല, ഇനി എടുക്കുന്നവർക്ക് പൈസ പോകുന്നില്ല. വലിയൊരു ഡിപ്രിസിയേഷൻ വരുന്നില്ല. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഈ വണ്ടിന്റെ പ്രത്യേകത കിലോമീറ്റർ, ലോ കിലോമീറ്റർ, 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 23,000 ഇപ്പൊ 4 വർഷം കൊണ്ടാണ്. വളരെ ലോ ആണ്, വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ, ഓക്കെ. അപ്പൊ ഇപ്പൊ പ്രൈസിങ് എങ്ങനെയാണ് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന വില 13.5 ലക്ഷമായിരുന്നു ചോദിച്ചത്. ഈ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ ഇയർ എൻഡ് ഓഫറിംഗ് ആയിട്ട് കൊടുക്കുന്നത് 12,95,000, 12,95,000. 12,95,000, അതായത് ഏകദേശം ടോപ്പ് എൻഡ് വേരിയന്റ്, പാതി വിലയിലും കുറഞ്ഞു. ഫ്രഷ് വണ്ടിയിൽ പാതി കുറഞ്ഞിട്ടുണ്ട്, പാതി വിലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. 12,95,000 2019 CVT ഓട്ടോമാറ്റിക് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ MG ഹെക്ടർ സ്വന്തമാക്കാം. ഓൾമോസ്റ്റ് 99% ലോൺ കിട്ടും. അത്രേ ഉള്ളൂ. സർവീസ് ഹിസ്റ്ററി ഒക്കെ പക്ക സർവീസ് ഹിസ്റ്ററി, പുതിയ ഇൻഷുറൻസും ഉണ്ട്, എല്ലാം ഉണ്ട്. ടയർ ഭാഗം എബോവ് 60% ടയറും ഉണ്ട്. ഓക്കെ, ഒന്നും പറയണ്ട. അങ്ങനെ നമ്മൾ പ്രീമിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. BMW 320D, 3 സീരീസ് ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2016 മോഡല്, 320D സ്പോർട്ട് ലൈൻ. അല്ല, അത് ടോപ്പ് എൻഡിൽ 2 വേരിയന്റ് വരുന്നുണ്ട്. ലക്ഷറി ലൈനും വരുന്നുണ്ട്, സ്പോർട്ട് ലൈനും വരുന്നുണ്ട്. ഈ ലക്ഷറി സ്പോർട്ട് ലൈനിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഇന്റീരിയർ ബ്ലാക്ക് ആയിരിക്കും വരും. അതിന് കൂടുതൽ ഈ റെഡ് സ്ട്രിപ്പ് വരും. ഡാഷിന്റെ റെഡ് സ്ട്രിപ്പ് വരും. ഓക്കെ, വേറെ പവറിലോ എന്തൊക്കെ മാറ്റമുണ്ടോ? ഒരു മാറ്റം, സ്പോർട്ട് ലൈൻ അതിന് ഇന്റീരിയർ പാറ്റേണുള്ള വ്യത്യാസം വരും. ചെറിയ മാറ്റങ്ങൾ. ടോപ്പ് എൻഡ് വേരിയന്റ് രണ്ടായിട്ട് വരുന്നുണ്ട്. ലക്ഷറി ഇതിപ്പോ സ്പോർട്ട് ലൈനാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാണ്, റീ വണ്ടി ചെയ്യുന്നില്ല, കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഈ വണ്ടിയുടെ പ്രത്യേകത
ഇത് ലാസ്റ്റ് യൂസ് സെക്കൻഡ് ഓണറാണ്. ലാസ്റ്റ് യൂസ് ചെയ്ത് ഡോക്ടറാണ്. പിന്നെ 1001 വണ്ടി നമ്പർ, ഫാൻസി നമ്പറാണ്. 1001. ഇപ്പൊ എവിടെ രജിസ്ട്രേഷൻ? എവിടെയാണ്? 11 KL11 കോഴിക്കോട് വണ്ടി തന്നെയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല. 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. 86,000. ടയർ അറൗണ്ട് 70% ടയർ ഉണ്ട്. നമ്മൾ മോഡൽ പറഞ്ഞല്ലോ, 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ. 17 രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ നോർമൽ ഓട്ടമാണ്, ഡീസലാണ്. അത്യാവശ്യം, അതായത് ഈ പ്രീമിയത്തിലൊക്കെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ്. മൈലേജ് കിട്ടുന്നു 3 സീരീസ് ആ ഡീസലിൽ. അതുകൊണ്ടാണ് താങ്ങുന്ന ഒരു ലക്ഷറി യൂസ് ചെയ്യുന്നവര് ബഡ്ജറ്റിൽ ഒരു ഒതുങ്ങുന്ന വണ്ടിയാണ്. അത് പിന്നെ അത്യാവശ്യം മൈലേജും കിട്ടും. മെയിൻ്റെനൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. പ്രൈസിങ് എങ്ങനെയാ ഇപ്പോൾ? പ്രൈസ് നമ്മൾ ചോദിച്ചിരുന്നത് 25.5 ലക്ഷമായിരുന്നു. ഇപ്പൊ നമ്മൾ ഇയർ എൻഡ് ഓഫർ നിങ്ങളെ വീഡിയോയുടെ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് 24,75,000, 24,75. ഓക്കെ, 24,75,000 രൂപയ്ക്ക് 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ, സ്പോർട്ട് ലൈൻ, 86,000 കിലോമീറ്റർ ഓടിയ BMW 320D ഫാൻസി നമ്പർ. സ്വന്തമാക്കാം, ഫാൻസി നമ്പർ. സോറി. ഓക്കെ, KL11 രജിസ്ട്രേഷൻ ആണ്. ഇതിൽ മാക്സിമം ലോൺ ഇതിലും കിട്ടും? മാക്സിമം 21-22 വരെ ലോൺ കിട്ടും, ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ ഏകദേശം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കമ്പനിയിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു നോർമൽ സർവീസിൻ്റെ 15,000 കൂടുമ്പോഴുള്ള സർവീസിൻ്റെ ഏകദേശം കോസ്റ്റൊക്കെ അറൗണ്ട് ഒരു 30,000 എന്തായാലും കാണും കമ്പനിയിൽ നിന്നല്ല. ഓക്കെ, ഇതൊക്കെ പ്യൂർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 30,000 കൂടുതലല്ല. അപ്പോൾ നമ്മളിപ്പം വണ്ടികളൊക്കെ വരികയാണെങ്കിൽ, ജീപ്പിന്റെ വണ്ടികളൊക്കെ വരികയാണെങ്കിൽ അതിന് വരുന്നുണ്ട് ഇപ്പോൾ 20,000 രൂപ സർവീസിന്. ഇത് 15,000 കൂടുമ്പോഴാണ് ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തതാ നമ്മൾ ഇന്നേ വരെ കാണിക്കാത്ത യൂസ്ഡ് കാസിൽ വേറെ ആരും കാണിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ കാണിച്ചിട്ടില്ല. ഇസൂസു ആണ് അല്ലേ? അതെ, ഓക്കെ. ഇസൂസു വി ക്രോസ് എന്ന് പറഞ്ഞാൽ 2018 മോഡൽ. ഓക്കെ, ഇത് ഈ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പിക്നിക്കിനൊക്കെ പോകുന്ന പാർട്ടികൾ, നമ്മൾ ടൊയോട്ടന്റെ ഹൈലക്സ് ഉണ്ട്. 40 ലക്ഷം വരുന്ന പുതിയ വണ്ടിയില്ല, ഹൈലക്സ് ഉണ്ട്. പിന്നെ ഹമ്മർ ഉണ്ട്. ഒരു ഓഫ് റോഡ് വണ്ടിയാണ്. അതേപോലെ നമുക്ക് ക്യാരിയും ഒരുപാട് ലഗേജ് ഒക്കെ കയറ്റി നമുക്ക് ഒരു പിക്നിക്ക് പോകണം, അങ്ങനത്തെ ആവശ്യത്തിന് ഒരു സെക്കൻഡ് കാർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഒരു എസ്റ്റേറ്റ് ഉള്ള ആളുകളുണ്ടാവും, ഒരു ഹിൽ ഏരിയയിലെ ലാൻഡ് ഉള്ളവരുണ്ടാവും. നമുക്ക് ഒരു ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോകുമ്പോൾ ലഗേജ് ഒക്കെ ബൂട്ട് സ്പേസ് ഉണ്ടാവില്ല. ഒരു ബൂട്ട് സ്പേസ് ആണെന്ന് പറഞ്ഞാൽ ബാക്ക് ഫുള്ള് ലോറിയിലെ പോലെ സൗകര്യമുള്ള സാധനം. അതേപോലെ 5 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് 4x4 ആണ്. 2018 മോഡലാണ്. സെക്കൻഡ് ഓണറാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. വേറെ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണെങ്കിൽ അതും കമന്റ് ചെയ്യാം. സെക്കൻഡ് ഓണർ 1,18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് എല്ലാം വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കുറച്ച് കുറവുണ്ട്. നമ്മൾ പുതിയ വണ്ടി വന്നതേ ഉള്ളൂ, അതാണ് പുറത്തിട്ടിരിക്കുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ടയർ നമ്മൾ മാറ്റിയിട്ടാണ് കൊടുക്കുക. എല്ലാം ക്ലിയർ ആക്കിയിട്ട് ടയർ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും. അതെ. അപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? പുതിയ വണ്ടിക്ക് വന്നിട്ട് 27 ലക്ഷത്തോളം രൂപ വരുന്ന വണ്ടിയാണ്. നമ്മളെ റേറ്റ് അട്രാക്റ്റീവ് റേറ്റ് നമുക്ക് കൊടുക്കാം. നമ്മളെല്ലാം കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ 12,75,000 ചോദിച്ചിരുന്നത്, ഇത് 11,95,000 രൂപ ലാസ്റ്റ് കൊടുക്കും. 11,95,000. 2018 മോഡൽ. 2018 ഇസൂസു ക്രോസ് സ്വന്തമാക്കാം. ഇത്രയും എന്താ പറയാ, ഇത്രയും ഫെസിലിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ബൂട്ട് സ്പേസ് സെപ്പറേറ്റ് നമുക്ക് വരണുണ്ട്. സെക്കൻഡ് കാർ ആയിട്ട് നമുക്ക് ലാൻഡ് ഓവറിലവർക്ക് ഒരു സെക്കൻഡ് കാർ ആയിട്ട് പറ്റിയ വണ്ടിയാണ്. തീർച്ചയായും 4x4 ഒരു ഓഫ് റോഡ് പർപ്പസിനൊക്കെ പറ്റിയ അടിപൊളി ഒരു വണ്ടി. മാക്സിമം ലോൺ കിട്ടും, ഫുൾ ലോൺ ഓൾമോസ്റ്റ് കിട്ടേണ്ടതാണ്. നമ്മളെ ലോണിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. മാക്സിമം കിട്ടും, മാക്സിമം ലോൺ കിട്ടും. സർവീസ് ഹിസ്റ്ററി എല്ലാം പക്കയാണ്. സർവീസ് ഉള്ള ലോൺ. വീണ്ടും ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ് മെർസിഡസ്-ബെൻസ് CLA 200. 2016 മോഡല്, സെക്കൻഡ് ഓണർ, CLA 200 സ്പോർട്ട് ലൈൻ എന്ന വേരിയന്റ് ആണ്. ഇത് സ്പോർട്ട് ലൈൻ ഫുള്ള് സ്പോട്ടാണ്. കിലോമീറ്റർ 61,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 16 മോഡൽ. അതെ. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. ഡീസൽ ഇത് നമ്മൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. കാരണം ഒരു ബെൻസ് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ വലിയ പൈസ കാരണം ആളുകൾ എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഈ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇപ്പോൾ നമ്മളൊരു 10-25 ലക്ഷം റുപ്യൻ്റെ താഴെയായിട്ട് ഒരു ബെൻസ് ആഗ്രഹിക്കുന്ന നല്ല കസ്റ്റമർക്ക് ഇത് ഒരു 90% ലോണും കിട്ടുന്ന വണ്ടിയാണ്. ഇതെന്ന് വെച്ചാൽ നമ്മളെ A180 ഇല്ലേ, പഴയ ഹാഷ് ബാക്ക്. അതെ, ഹാഷ് ബാക്കിന്റെ അതേ ലുക്ക് ആണ് അല്ലേ? ഒന്നുകൂടെ ക്യൂട്ടായിട്ടുണ്ട്. ഫ്രെയിംലെസ് ആണ് ഡോറ്. ഒരു കാണാൻ നല്ല അഴകുള്ള ഫ്രെയിംലെസ് ആണ്. ബാക്കി ഇന്റീരിയർ ഡാഷ്ബോർഡ് ഒക്കെ പഴയ അതിന്റെ നീറ്റ് വാഹനമാണ്. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിനും ഒരു 18 ഒക്കെ മൈലേജ് കിട്ടും. ഒരു അബോവ് 15 കിട്ടും.
അപ്പോൾ 15 അത്ര നമ്മൾ മൈലേജ് കൂട്ടി പറയാറില്ല. നമുക്ക് വെറുതെ കൂടുതൽ ആളുകളെ ഇല്ലാതെന്ന് പറഞ്ഞ് മോഹിപ്പിക്കാറില്ല, വളരെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാതെ? നമ്മൾ ചോദിക്കുന്നത് 22,75,000 നമ്മൾ ഈ ഞങ്ങൾ എല്ലാ വണ്ടിക്കും ഓഫർത്ത പോലെ നമ്മൾ ഈ വണ്ടിക്ക് 21,95,000 രൂപ. 21,95,000 2016 68,000 ഓടിയത്. 60,000 കിലോമീറ്റർ, 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 60 സംതിങ് ഓടിയിട്ടുള്ളൂ. സ്പോർട്ട് ലൈനാണ് ഓപ്ഷൻ വരുന്നത്. CLA 200 സ്വന്തമാക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ലോൺ കിട്ടും. 18-90 വരെ ലോൺ കിട്ടും അല്ല, ഹിസ്റ്ററി ഒക്കെ പ്രോപ്പർ അല്ലേ? സർവീസ് എല്ലാം കറക്റ്റുള്ള സർവീസ്. കേരള വണ്ടിയാണ്. കേരള വണ്ടിയാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ, അതിന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അതർ സ്റ്റേറ്റ് വണ്ടികൾ ചെയ്യാറില്ല, ചെയ്യാറില്ല. അടുത്തതാ ഒരു അഡാർ ഐറ്റം ജാഗ്വർ ആണ്. ജാഗ്വർ XF ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, എന്താ പറയുക, ജാഗ്വറിൻ്റെ ഒരു ഷേപ്പ് പുറകെ കാണുമ്പോൾ ഒരു അപാര ഷേപ്പ് അല്ലേ? സൈഡിൽ ഒരു ഹെവി ഫീല് നമുക്ക് വരും ഡോറൊക്കെ കാണുമ്പോൾ സൈഡിൽ. നല്ല പ്രത്യേക ചന്താണ്. അതെ, തീർച്ചയായും ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടാതിരിക്കില്ല. KL 52 രജിസ്ട്രേഷൻ, പട്ടാമ്പി രജിസ്ട്രേഷൻ അല്ല? ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ എഡിറ്റ്. 2014 മോഡലാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ, ജാഗോറിന്റെ XF-ൽ 2.2 ലിറ്റർ. ജാഗോർ XF-ൽ 2 ടൈപ്പിൽ വരുന്നുണ്ട്. 3 ലിറ്റർ വരുന്നുണ്ട്, 2.2 വരുന്നുണ്ട്. 2.2 4 സിലിണ്ടർ വരിക. 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ 6 സിലിണ്ടർ ആയിരിക്കും. അത് നല്ല പവർ ആയിരിക്കും, നല്ല മൈലേജ് കുറയും, ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷെ നല്ല പവറും നല്ല പ്രത്യേകതയും. ഒരു ജാഗോർ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. ജാഗോറിന് ആളുകൾക്ക് പേടി എന്താണെന്ന് വെച്ചാൽ ജാഗോർ എക്സ്പെൻസീവ് ആണോ എന്നുള്ളൊരു പേടിയാണ്. സത്യത്തിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതാണ് സത്യാവസ്ഥ. പക്ഷേ XF-ൽ അത് ആളുകൾ 3 ലിറ്റർ ആണ് കൂടുതൽ എക്സ്പെൻസീവ് വരിക. അതിലൊരു എക്കണോമിക്കൽ ആയിട്ട് വരുന്ന സാധനമാണ് 2.2 വരുന്നത്. ജാഗോറിൽ XE ഉണ്ട്, XF ഉണ്ട്. ഇത് XF ആണ്, അതിൻ്റെ ടോപ്പ് വേരിയന്റിൽ വരുന്നതാണ്. ലക്ഷറി ലൈനാണ്, ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, നല്ല കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ജാഗോർ എന്താ വെച്ചാൽ ചില ഫീച്ചർ ഉണ്ടാവില്ല, ഇതെല്ലാം ഓൾമോസ്റ്റ് 99% ഫീച്ചറും വർക്കിംഗ് ആയിട്ടുള്ള വണ്ടിയാണ്. കറക്റ്റ് സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. നമ്മൾ എല്ലാ ഭാഗവും നോക്കിയിട്ട് എടുത്തിരിക്കുന്നത്. ആ ഒരു മോഡൽ വെച്ചിട്ട് വലിയൊരു കിലോമീറ്റർ ഓടിയിട്ടില്ല. അതെ, ഓടിയിട്ടില്ല. നല്ല എല്ലാ ഭാഗവും ഫിറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അടിപൊളി വാഹനം. അതെ. ഓക്കെ, എത്രയാണ് പ്രൈസിങ്? ഇപ്പോൾ നമ്മൾ ഇതിന് ചോദിച്ചിരുന്നത് 18 ലക്ഷം രൂപയായിരുന്നു. നിങ്ങൾ സ്പെഷ്യൽ ഓഫർ പ്രകാരം നമ്മൾ 16,90,000 രൂപ കൊടുക്കും. 16,90,000 നമുക്ക് സ്പെഷ്യൽ റേറ്റിലാണ് ഫൈനലാക്കി പറയുന്നത്. എല്ലാം ആദ്യം ഇട്ട റേറ്റെല്ലാം കുറച്ച് കൂടുതലാണ്. 2 കാരണങ്ങളാണെന്ന് നമ്മൾ 2 വീഡിയോ ചെയ്തു. ആ 2 വീഡിയോൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വണ്ടികൾ 99% വണ്ടികൾ എനിക്ക് വിൽക്കാൻ പറ്റി. അതിലുപരിയായിട്ട് നിങ്ങളെ വീഡിയോൻ്റെ റീച്ച് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ആളുകൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയും, ഞാൻ പറഞ്ഞത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ശ്രമിക്കുന്നത്. അത്രയും ആളുകൾ എന്നെ വിളിക്കുകയും വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടീം ടെക്, നിങ്ങൾ ജിതിൻ ഭായിനോടുള്ള ഒരു ടീം ടെക്കിൻ്റെ കസ്റ്റമർ വ്യൂവേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമത്തിൽ പറയും. ഓക്കെ, താങ്ക് യു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് വരാൻ തന്നെ പറയാം, നമ്മൾ ആളെ കാണാൻ തന്നെ പറയുള്ളൂ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ലോൺ ചാൻസ് ഉണ്ടോ? മാക്സിമം തീർച്ചയായിട്ടും ലോൺ കിട്ടും. മാക്സിമം കിട്ടും, 90% ലോണും കിട്ടുന്നുണ്ട്. ഇനി 7 സീറ്ററിലേക്ക് വരാം. ഫോർച്യൂണറാണ്. അതെ, 2017 മോഡല്, 2 വീൽ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, കറക്റ്റ് സർവീസ്. കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 1,49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 17 അല്ലേ? 2017. 6 വർഷം കൊണ്ട് 1,49,000 കിലോമീറ്റർ. എല്ലാ 10,000 കിലോമീറ്റർ കറക്റ്റായിട്ട് സർവീസ് ചെയ്യുന്ന സിംഗിൾ ഓണർ, കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടി. അത് മാത്രമല്ല, നിങ്ങൾ ടയറിലേക്ക് നോക്കി, മിഷലിൻ്റെ കോസ്റ്റ്ലി ടയർ വാങ്ങിയിട്ട് 500 കിലോമീറ്റർ ഓടിയിട്ടില്ല. ഇൻഷുറൻസ് ഉണ്ട്, കുറച്ചും കൂടെ ലൈഫ് ഉണ്ടാകും. നല്ല ലൈഫ് കിട്ടും. ടയറിന്റെ കിങ് ആണ് ശരിക്കും, രാജാവാണ് മിഷലിൻ്റെ. അതാ പറഞ്ഞത്, വെറുതെ പറയുന്നതല്ല. ചൈന ടയറിന്റെ ഡബിൾ 2 വില വരുന്ന ടയർ വേണം നമുക്ക് ഇടാം. എന്ത് ടയർ എന്നേ ഉണ്ടാവുള്ളൂ. മിഷലിനാണ് കരിമ്പുത്തൻ ടയറാണ്. ഓടിച്ചു പോകുമ്പോൾ ഒരു ധൈര്യമായിരിക്കും. ന്യൂ ടൈപ്പ് ഫോർച്യൂണർ സത്യത്തിൽ എന്റെ കയ്യിൽ വേറെയും 3 മോഡലും ഫോർച്യൂണർ കഴിഞ്ഞുണ്ട്. അതിൽ 2 പോയി. ഇനിയിപ്പോൾ വേറെ 2 ഫോർച്യൂണർ ഉണ്ട്. അതൊക്കെ 2021-20 ആ മോഡലാണ്. അതൊക്കെ 40 lakhs അബോവ് ബഡ്ജറ്റ് വരുന്ന വണ്ടികളാണ്. ഇപ്പം ഫോർച്യൂണർ സത്യത്തിൽ ഇപ്പം ഒരുപാട് ഡീലർമാർ അടുത്തായിട്ട് 10-12 ഫോർച്യൂണർ എബോവ് 40 lakhs ബഡ്ജറ്റ് ഉള്ളത് കോഴിക്കോട് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. അതൊന്നും ഒരു എൻക്വയറി മൊത്തത്തിൽ കുറവാണ്. ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ക്രൈസിസ് ഉണ്ട് സത്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടികൾക്കാണ് കൂടുതൽ എൻക്വയറി. അപ്പം 35 ബിലോ ഒരു ഫോർച്യൂണറാണ് കൂടുതൽ എൻക്വയറി. ഈ വണ്ടി നമ്മൾ പ്രൈസ് നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞാൻ പറയുന്നത് അങ്ങോട്ട്
പിന്നെ നമ്മളിവിടെ ആസ്ക് ചെയ്തത് 30,90,000 രൂപയാണ്. 30,90,000. ഇത് നമ്മൾ ഏറ്റവും ഫൈനൽ നിങ്ങളുടെ സ്പെഷ്യൽ റേറ്റ് 29,95,000. എല്ലാം ബാറ്റന്റെ പ്രൈസ് ആണ്. അത് നിങ്ങൾക്കുള്ള റേറ്റ് ആണ്, നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്തുള്ള റേറ്റ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. 29,95 ഫൈനൽ പ്രൈസ് ആണ്. ഓക്കെ, വന്നിട്ട് പിന്നെ ഒരു ഇത് വേണ്ട, ഫൈനൽ പ്രൈസ് ആണ്. 29,95 ഒറിജിനൽ കേരള ടൈപ്പ് ഫോർച്യൂണർ, ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള പിന്നെ പ്രത്യേകം നമ്മളത് പറയണ്ട, അല്ലാതെ നിങ്ങൾക്ക് പറയില്ല. പറയണ ചില സ്കിപ്പ് ചെയ്ത് കാണുന്ന ആൾക്കാരുണ്ടാവും. സിംഗിൾ ഓണർ വണ്ടി, കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. അവർക്ക് സംശയം വരും, ഇത് ഒറിജിനൽ കേരളയാണോ, സ്കിപ്പ് ചെയ്ത് പലരും കാണുന്നത്, അവർക്ക് ഡൗട്ട് വരും. അപ്പോൾ അത്രേ ഉള്ളൂ, ഒറിജിനൽ കേരള വണ്ടിയാണ്. വേറൊന്നുമില്ല, മാക്സിമം ലോണും കിട്ടില്ല. എന്തായാലും ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടി, നല്ല ക്ലീൻ പീസ് വണ്ടി. ക്ലീൻ വണ്ടി. ഓക്കെ, കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അത് കറക്റ്റ് സർവീസ് ആണ്. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തത് കിയ സെൽട്ടോസ് ആണ്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷനുള്ള വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡല്, HTX എന്ന് പറയുന്ന വേരിയന്റ്. ഡീസലില് ഓൾമോസ്റ്റ് സൺറൂഫ് വരും, ബട്ടർ സ്റ്റാർട്ട് വരും, പിന്നെ അലോയ്സ് വരുന്നുണ്ട്. അതേപോലെ ഇതിൽ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, നമ്മളിപ്പോൾ GT-യിലുള്ള കാര്യമായിട്ടുള്ള മാറ്റാതെ. പിന്നെ ഇതിന് നമ്മളെ ലൈറ്റില്ലേ, LED ലൈറ്റ് സിസ്റ്റം വരുന്നത് GT-യിൽ വരുന്ന DRL ലൈറ്റ് അല്ല. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും ഉണ്ട്. അത് 2 ഫീച്ചർ ഉണ്ടാവില്ല. ഒന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഒന്ന് ബോസിന്റെ മ്യൂസിക് സിസ്റ്റം ആയിരിക്കില്ല, മ്യൂസിക് സിസ്റ്റം വേറെ ആയിരിക്കും, ബോസ് ആയിരിക്കില്ല. പിന്നെ സീറ്റ് വെന്റിലേഷൻ ഒരു അത്യാവശ്യം ആളുകൾക്ക് കൊണ്ട് എല്ലാ ഫീച്ചറും ഉണ്ട്. സീറ്റ് വെന്റിലേഷൻ ചിലർക്ക് സംശയം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറഞ്ഞുതരാം. ഒന്നുമില്ല, സീറ്റിൽ AC ഉണ്ടാവും, നമുക്ക് തണുപ്പ് കിട്ടും, നമുക്ക് ബാക്ക് ഭാഗം ഒന്ന് തണുപ്പിക്കാൻ പറ്റും. നമ്മൾ ചൂടെടുത്ത് പോകുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല, നല്ല തണുപ്പിക്കാം. വെന്റിലേഷൻ 1, 2, 3 ആക്കി ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ബാക്ക് നല്ലൊരു റിലാക്സ് കിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് കണ്ടിരുന്നത്, ചിലർക്ക് അറിയില്ല, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ഓക്കെ, അത്രേ ഉള്ളൂ. മോഡല് 2021 സിംഗിൾ ഓണർ, ഫുള്ളി കമ്പനി സർവീസ്, 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസിൽ 0 ക്ലെയിം ഉള്ള നല്ല വണ്ടിയാണ്. കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവോ സെൽട്ടോസിന്? 2024 സെൽട്ടോസിന് 4 വർഷം. 4 വർഷം ഉണ്ട് അല്ലേ? എന്നാലും 2024 മുകളിൽ എന്തായാലും വാറണ്ടി ഉണ്ട്, എന്തായാലും ഉണ്ട്. 25 വരെ ഉണ്ടാവുന്ന തോന്നുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പൊ എത്ര ആസ്ക് ചെയ്തത്? ഇത് നമ്മൾ ആസ്ക് ചെയ്തത് 15,70,000 രൂപയായിരുന്നു. നിങ്ങളെ ഞാൻ സ്പെഷ്യൽ റേറ്റ് ബാറ്റാസ് പ്രൈസ്, അത് 14,95,000. 14,95. ഓക്കെ, 14,95 2021 HTX സെൽട്ടോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, മാനുവല് ഇതിനൊക്കെ ആവറേജ് എത്ര മൈലേജ് വരാൻ ചാൻസ് ഉണ്ട്? ഈ ഒരു സെഗ്മെന്റ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ SUV സെഗ്മെന്റിൽ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 17 എന്തായാലും കിട്ടും. 17 വരെയൊക്കെ മൈലേജ്. എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്, അവന് 17 കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന്റെ മുകളിൽ കിട്ടും. ഞാൻ ഒന്നുകൂടി സേഫ് ആക്കി പറയാം, ഡീസലാണ്. ഡീസലിൽ നല്ല മൈലേജ് കിട്ടുന്ന ഓൾമോസ്റ്റ് ഫീച്ചർ ഉള്ള വേരിയന്റ്. അതിൽ സൺറൂഫ് ഉണ്ട്, മ്യൂസിക് സിസ്റ്റം, അതേപോലെ ടച്ച് സ്ക്രീൻ എല്ലാം വരുന്ന സാധനം. ഇത്രയും ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ. അടുത്തത് കിയ സോണറ്റ് ആണ്, KL2 രജിസ്ട്രേഷൻ. അതിനേക്കാൾ മുന്നേ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ഒരു ജിമ്നി ഇവിടെ ഉണ്ട്. അതെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 ജിമ്നി കാണിച്ചിട്ടുണ്ട്. ഒരു ജിമ്നി കാണിച്ചു, 2 ജിമ്നി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. കാണിച്ച ജിമ്നി നമ്മൾ ഡെലിവറി കൊടുത്തു. ഈ വണ്ടി നമ്മളും അഡ്വാൻസ് വാങ്ങിച്ചു. 2 അഡ്വാൻസ് വാങ്ങിച്ച സമയത്ത് അന്ന് നമ്മൾ കമ്പനി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ലക്ഷം രൂപയായിരുന്നു ഓഫർ എന്നുള്ളത്. അപ്പം അതിന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കമ്പനി 2 ലക്ഷം രൂപ ഓഫർ ഇട്ടു. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ലക്ഷം രൂപ ഓഫർ നടക്കുന്നുണ്ട്, നമ്മുടെ വീഡിയോ തന്നെ ഷമീർക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 15,400 റേറ്റിൽ ചോദിച്ചായിരുന്നു. അന്ന് നമ്മൾ 14,90,000 രൂപ ഒരു പാർട്ടിക്ക് അഡ്വാൻസ് വാങ്ങിച്ചു. അപ്പോഴാണ് ഓഫർ ഇട്ടത്. ആ പാർട്ടി നമ്മൾ വിളിച്ചു വെച്ചാൽ ഓഫർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഇനിയും ഓഫർ വരും. അങ്ങനെ കസ്റ്റമർ ആയപ്പോൾ നമ്മൾ പറഞ്ഞു കറക്റ്റാണ്. അപ്പം പുള്ളി ഓഫർ കണ്ടതുകൊണ്ട് അത് മാറ്റി വെച്ചു. ഇപ്പം ഇന്നത്തോടു കൂടി ഓഫർ തീരുമെന്നാണ് പറയുന്നത്. എനിവേ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നിലവിൽ 2 ലക്ഷം രൂപേൻ്റെ ഓഫർ ഉണ്ട്. അപ്പം നമ്മളെ പ്രൈസ് വന്നിട്ട് അതിൽ അണ്ടർ കോസ്റ്റ് കൊടുക്കാനും തയ്യാറാണ്. കാരണം ഏതായാലും ഓഫർ നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. അറിയാത്തവരറിയട്ടെ. അണ്ടർ കോസ്റ്റ് നമ്മളിപ്പോൾ വന്നിട്ട് അണ്ടർ കോസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ 14,30,000 രൂപ കൊടുക്കും. നഷ്ടം പറ്റും. കച്ചവടത്തിൽ നഷ്ടപ്പെടി വന്നാലേ പ്യൂർ ആവുള്ളൂ. ഇടയ്ക്ക് നഷ്ടം പറ്റണം. അപ്പോൾ നമ്മൾ 14,30,000 ഇപ്പോൾ കൊടുക്കാൻ തയ്യാറാണ്. 14,30,000 2023 5,000 കിലോമീറ്റർ ഓടിയാണ്. 5,000 കിലോമീറ്റർ ജിമ്നി ഇവിടെ ലഭ്യമായിട്ടുണ്ട്. നമ്മൾ ബാർഗൈനിങ് ഇല്ല, അണ്ടർ കോസ്റ്റ് ആണ്. അതായത് നഷ്ടത്തിന് വെക്കാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ തരും. ഇതെങ്ങനെയാണ് സോണറ്റ് എങ്ങനെയാണ്? സോണറ്റ് 2021 മോഡല് HTX നമ്മളിപ്പോൾ കാണിച്ച പോലെ HTX ഡീസലാണ് അല്ലേ? നല്ല മൈലേജ് ഉണ്ടാവില്ല, 20 above ഉണ്ടാവും. 20 above മൈലേജ് കിട്ടും. ഓക്കെ, എന്തായാലും 19 കിലോമീറ്റർ ഞാൻ സേഫ് ആക്കി പറയാണ്. 19 കിലോമീറ്റർ സേഫ് ആയിരിക്കണം. ഓക്കെ,
മൈലേജ് കിട്ടും. മാനുവലാണ്. മോഡൽ 2021 HTX ലാണ്. സൺറൂഫ് വരുന്നത് നമ്മൾ സെൽറ്റോസിൽ സൺറൂഫ് വരുന്നുണ്ട്. എല്ലാ വിഷയവും വരുന്നുണ്ട്. ടോപ്പ് എൻഡിൽ വെന്റിലേഷൻ വരുന്നുണ്ടോ സീറ്റ്? ഇല്ലല്ലോ. സോണറ്റ് GT ലൈനിൽ വെന്റിലേഷൻ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല, എനിക്കും ഡൗട്ട് ഉണ്ട്. സെൽറ്റോസിലുണ്ട്, അത് ഉറപ്പാണ്. സോണറ്റിൽ അറിയില്ല. ഓക്കെ, എന്തായാലും ഇതിലും എല്ലാ ഫീച്ചേഴ്സും ബേസിക് നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അത് മാത്രമല്ല ഇത് കിലോമീറ്റർ വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയ വണ്ടി, 0 ക്ലെയിം ഉള്ള വണ്ടി, കറക്റ്റ് സർവീസ് ഉള്ള അൺടച്ച് പീസ് വണ്ടിയാണ്. നല്ല ക്ലീൻ ആണ്, നമുക്ക് പുറത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ട് പെയിന്റിന്റെ. ഓക്കെ, അപ്പോൾ പ്രൈസിങ് എങ്ങനെയാണ്? നമ്മൾ ആസ്ക് ചെയ്തിരുന്നത് 12,40,000 നമുക്കുള്ള സ്പെഷ്യൽ റേറ്റ് 11.85, 11,80,000 ഫൈനൽ. ഫൈനൽ റേറ്റ് ആണ്. ഇതിലേക്കുള്ള റേറ്റ് നിങ്ങൾക്കുള്ള, അതെ, ചാനലിന്റെ പ്രേക്ഷകർ കണ്ടിട്ട് വരുന്നവർക്കുള്ള ഫൈനൽ ആക്കിയുള്ള റേറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ റേറ്റിന് കൊടുക്കും, അങ്ങനെയല്ല പറയുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു ബാർഗൈനിങ് എന്തായാലും. ഇവിടുത്തെ പ്രൈസ് വെച്ചിരിക്കുന്നത് നമ്മളതാണ്. അതിൽ നമുക്ക് നെറ്റായി ഇപ്പൊ ചെറിയൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട്, ഇയർ എൻഡിങ് ഓഫറും. അതിന്റെ കൂടെ നിങ്ങൾക്കുള്ള ടീം ടെക്കിനുള്ള സ്പെഷ്യൽ റേറ്റ് ആണ് നമുക്ക് ചെയ്തു തരുന്നത്. പക്ഷേ ഈ ആദ്യം പറയുന്ന പ്രൈസ് കേട്ട് നിങ്ങൾ പലർക്കും ഡൗട്ട് അടിക്കും, ഇത്രയും കൂട്ടിയിട്ടാണ് ഇവർ ചോദിക്കുന്നത്. അങ്ങനെയല്ല, അതൊരു ബാർഗൈനിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ കൂട്ടി വെക്കുന്നതാണ് അല്ലേ? ഇതിപ്പോ മാർജിൻലെസ് സെയിലാണ്. ഇപ്പൊ നമുക്ക് ഇയർ എൻഡ് അടുത്ത വർഷം മാറില്ലേ, അപ്പൊ നമുക്ക് പുതിയ സ്റ്റോക്ക് വരാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ എല്ലാവരും ചെയ്യുന്നത് പോലെ അതിൽ കുറച്ചുകൂടി കൂട്ടി നമ്മൾ ചെയ്യുന്നു. അതിൽ നമുക്ക് സ്പെഷ്യൽ റേറ്റ് ഇട്ട് ചെയ്തു തരുന്നു. അണ്ടർ കോസ്റ്റ് അല്ല, മാർജിൻ, ലോ മാർജിൻ വരും. നെക്ക് ടു നെക്ക്. അതാ ഞാൻ ഒരു 1,000 രൂപ കുറയാനില്ല എന്ന് പറയുന്നത്. നെക്ക് ടു നെക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു 1,000 രൂപ ഒരു വണ്ടിയിലും കുറയാനില്ല. അതൊന്ന് ക്ലാരിഫൈ ചെയ്താണ്, വേറെ ഒന്നുമില്ല. പലർക്കും ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ക്രെറ്റയാണ്, ന്യൂ ഷിപ്പ്, KL 65 രജിസ്ട്രേഷനാണ്, തിരുവങ്ങാടി. അതെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 2023 മോഡൽ, 2023. ഓൺലി 6,000 അറൗണ്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? എത്ര മാസം? മൂന്നാം മാസം മാർച്ചിൽ 9 മാസമായി വണ്ടി ഇറങ്ങിയിട്ട്. അത് മാത്രമല്ല, വാറണ്ടി എനിക്ക് തോന്നുന്നു 2 വർഷം 3 വർഷം കൊടുക്കുന്ന. 3 വർഷം ഉണ്ടാവും. 26 വരെ, 2026 മാർച്ച് 3 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. പുതിയ വണ്ടി എടുക്കുന്നത് ഫീലിംഗിൽ എടുക്കാൻ പറ്റിയ വണ്ടി. അതെ, തീർച്ചയായും. അതിനപ്പുറം മറ്റേ DCT 1.4 ടർബോ ആണ്. ഈ വണ്ടി ഇപ്പൊ ഇറങ്ങുന്നില്ല. ഇപ്പൊ ഇറങ്ങുന്നത് IVT ആണ് ഇറങ്ങുന്നത്. ഇത് DCT ആണ്. അത് മാത്രമല്ല 1.4 ടർബോ ആണ്. നല്ല പവർ വരുന്ന വണ്ടിയാണ്. ഈ വണ്ടി അന്വേഷിച്ച് നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ഇപ്പം കിട്ടില്ല. അന്ന് ഇറങ്ങുന്ന സമയത്ത്, ലാസ്റ്റിൽ ഇറങ്ങുന്ന സമയത്ത് 23,75,000 രൂപ ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് ഫ്രട്ടല്ല. ഇപ്പം അതിനേക്കാളും നമ്മുടെ സാധാരണ DCT-നേക്കാളും അല്ല IVT-നേക്കാളും ഒരു 1.5 ലക്ഷം രൂപയോളം കൂടുതലാണ്. അതായത് DCT ഗിയർ ബോക്സിന് IVT-നേക്കാൾ മാർക്കറ്റ് ഉണ്ട്. അത് ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. വെറും അത് അങ്ങനത്തെ കസ്റ്റമർക്ക് പറ്റിയ വെറും 6,000 കിലോമീറ്റർ പുതിയ വണ്ടി എടുക്കുമ്പോൾ എടുക്കുക. ഇപ്പൊ പുതിയ വണ്ടി കിട്ടൂല. പുതിയ വണ്ടി കിട്ടുന്നത് ഇതിപ്പോ ഇതേപോലത്തെ കിട്ടണം. അതിന്റെ ലോ കിലോമീറ്റർ ആണ്. അപ്പൊ നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ്. ഇത് തിരഞ്ഞെടുക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വരാം. അത്രേ ഉള്ളൂ. ഓക്കെ, എത്ര കൊടുക്കാം? അപ്പോൾ 20,50,000 ആണ് നമ്മുടെ പ്രൈസ്. നെറ്റ് ബാർഗൈനിങ് ഇല്ലാത്ത സ്പെഷ്യൽ റേറ്റ് പറഞ്ഞത് ഈ 19,90,000 രൂപ. 19,90 ഫൈനൽ. അതിന്റെ പുറത്തൊന്നുമില്ല. 2023 വാഹനം, വെറും 6,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. DCT ഓട്ടോമാറ്റിക്. ഓക്കെ, അല്ല, DCT ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു 7 സീറ്റർ. 7 സീറ്റർ എന്ന് വെച്ചാൽ ന്യൂജൻ 7 സീറ്റർ ആണ്. നമ്മൾ നേരത്തെ കണ്ട ഫോർച്യൂണർ പോലെയല്ല, കിയ കാരൻസ് ആണ് 7 സീറ്റർ വാഹനം. KL 18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വരുന്ന വാഹനം. നാട്ടിലുള്ള വണ്ടിയാണ്. അതെ, പറഞ്ഞോളൂ, ഭയങ്കര ഡീറ്റെയിൽ. വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022 മോഡൽ, 2022 മോഡൽ. കാരൻസിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ്, ലക്ഷറി പ്ലസ് ഡീസൽ. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. കാരണം കിയ അല്ലേ, കിയ പ്രത്യേക ആളോട് പറയണല്ലോ. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും അപ്ഡേഷനുള്ള വണ്ടി കിയ ആയാലും ഉണ്ടായി ആണെങ്കിലോ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആവും. അവരെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കൂടുതൽ അതിനെ പറ്റി പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അത്രയും ഫീച്ചേഴ്സ് ആളുകൾക്ക് ബോറടിക്കണ്ട, എടുത്ത് പറയണില്ല. അതെ, ഈ ഒരു 7 സീറ്ററില് 7 സീറ്ററില്ലേ, 7 സീറ്ററിന്റെ അകത്ത് മൈലേജ് കിട്ടുന്ന വണ്ടി. അത്യാവശ്യം എല്ലാ ഫീച്ചറും. എന്റെ അഭിപ്രായത്തിൽ ഒരു 18 കിലോമീറ്റർ അറൗണ്ട് മൈലേജ് കിട്ടും. ഡീസൽ. അതെ, ഞാനും കേട്ടിട്ടുണ്ട്. കാരൻസ് ഉപയോഗിച്ച പെട്രോള് സത്യത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. മൈലേജ് ഇല്ല, റീസെയിൽ വാല്യൂ ഇല്ല. ഡീസലിന് നല്ല മൈലേജ് ഉള്ള അടിപൊളി ഒരു 7 സീറ്റർ വാഹനം, ന്യൂജൻ 7 സീറ്റർ അല്ലേ? അത്രയും ഡ്രൈവിംഗ് കംഫർട്ട്, യാത്രാ സുഖമുള്ള ഒരു വാഹനമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ട അറിവാണ്, നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടത് പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഓക്കെ, കമ്പനി വാറണ്ടി 2022 അല്ലേ? വാറണ്ടി 25 വരെ എന്തായാലും ഉണ്ടാവും. 26 ഉണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. 4 വർഷം തോന്നുന്നു. 26 ഉണ്ടാവും, 6 വരെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഓക്കെ, പ്രൈസിങ് എങ്ങനെയാ പറഞ്ഞോളൂ? ഇതിന് പുതിയ വണ്ടിക്ക് വരുന്നത് 24 ലക്ഷം രൂപയാണ് വരുന്നത്. ഇത് നമ്മൾ ചോദിച്ചു വരാം
20,50,000 രൂപയാണ്. ഓക്കെ. നമ്മുടെ സ്പെഷ്യൽ റേറ്റ് 19,90,000 രൂപ. 19,90 2022 കിയ കാരോ. വെറും 17,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ലക്ഷറി പ്ലസ് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയന്റ് ക്ലീൻ പീസ് വണ്ടി. ക്ലീൻ പീസ് വാഹനം. അത് സ്പോർട്ടി കളർ ബ്ലാക്ക്. തീർച്ചയായും ഉറപ്പായിട്ടും താല്പര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടിപൊളി വണ്ടിയാണ്. കാണുമ്പോൾ തന്നെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. ഓൾമോസ്റ്റ് ഫൈനാൻസ് ഒരു 90% ഫൈനാൻസും കിട്ടും. നമ്മളെല്ലാ വണ്ടിക്കും എടുത്ത് ചോദിക്കാനായിട്ടാണ്. കുറേ വണ്ടികൾ ഞാൻ മിസ് ചെയ്തിരുന്നു. എല്ലാത്തിനും 90% കിട്ടും. അതുകൊണ്ട് ഉറപ്പുള്ള പറഞ്ഞ വണ്ടികൾ ഓൾമോസ്റ്റ് 90% കിട്ടും എല്ലാത്തിനും. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും സ്റ്റോക്ക് കാണിച്ചു കഴിഞ്ഞു. തൽക്കാലം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ആദ്യം കാണിച്ച താർ എവിടെയാണ് അല്ലേ? ആദ്യം പറ, താർ എവിടെയാണ്? എവിടെയാ താർ? എവിടെയാ? നമ്മുടെ ഷോറൂമിന്റെ മുന്നിലാക്കി ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. അപ്പോൾ എല്ലാം എടുത്ത് കാണിക്കണമെന്ന് വെച്ചിട്ട് മൊത്തത്തിൽ ഡീറ്റെയിൽ പറയാതെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടുത്തെ സ്ഥലപരിമിതിന്റെ കാരണം നമ്മളിപ്പോൾ ഒരു 60 വണ്ടിയോളം വെക്കാൻ പറ്റുന്ന സ്ഥലം എടുത്തിട്ടുണ്ട്. ഒരു അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടികളൊക്കെ ബാക്കിലായിട്ടാണ് അവിടെ നമുക്ക് സെറ്റാക്കാൻ പോവുകയാണ്. ഇപ്പം വണ്ടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ഇന്റീരിയർ ഷൂട്ട് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില ഭാഗത്തൊക്കെ ആംഗിളൊന്നും കിട്ടുന്നില്ല. നമുക്ക് ഗ്യാപ്പില്ല, അത്രയും ഫില്ല് ചെയ്ത് വെച്ചേക്കാണ് വണ്ടി. അത് പറഞ്ഞു, നമ്മൾ 70ഓളം വണ്ടികൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റിൽ സ്റ്റോക്ക് വാങ്ങി വെച്ച വണ്ടികൾ തന്നെ ഉണ്ട്. നമുക്ക് ഇനി സ്റ്റോക്ക് നമ്മളൊരു പ്ലാൻ ഞാൻ പറഞ്ഞില്ല 100 വണ്ടികളാണ് വിത്തിൻ 3 months നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിനുള്ളൊരു പരിപാടികളായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ താറിന്റെ ഡീറ്റെയിൽ ഒന്ന്. താറ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് സാധാരണ പലരും താറ് വീഡിയോയിൽ കാണിക്കുന്നത് വില കുറച്ചെല്ലാം കാണിക്കുന്നത് മറ്റേ സോഫ്റ്റ് ടോപ്പ് വണ്ടികളാണ്. പക്ഷേ നമ്മുടെ അടുത്തുള്ള ഇപ്പം നിലവിലുള്ള വണ്ടികളെല്ലാം ഹാർഡ് ടോപ്പ് വണ്ടികളാണ്. ഇപ്പോൾ 6 വണ്ടികളുള്ളത് മുഴുവനും ഹാർഡ് ടോപ്പാണ്. 4x4 ആണ്. 4x4 അല്ലാത്ത വണ്ടികളില്ല. ടൂ വീലിലാണെങ്കിൽ വില കുറവാണ്. അപ്പോൾ ആളുകൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മളടുത്ത് ഇപ്പോൾ പെട്രോൾ മാനുവൽ ഉണ്ട്, ഡീസൽ മാനുവൽ ഉണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്. എല്ലാ വേരിയന്റുകളും താറുകളുണ്ട്. എല്ലാം 4x4 ആണ്, ഹാർഡ് ടോപ്പ് ആണ്. അതാണ് നമ്മൾ ആമുഖമായിട്ട് അത് പറയാം. രണ്ടാമത്തെ കാര്യം, നമ്മളതിന്റെ പ്രൈസിങ് വരുന്നത് ഒരു വണ്ടി പോലും അപാകതയുള്ള നമ്മുടെ അടുത്തില്ല. എല്ലാം ക്ലീൻ പീസ് വണ്ടികളാണ്. ഒരു വണ്ടി പ്രൈസിന്റെ കുറയാണ് ഏറ്റവും കുറഞ്ഞത്. ഫൈനൽ റേറ്റ് 12,95,000 മുതൽക്ക് സ്റ്റാർട്ടിങ് 16,75,000 വരെ. അത്ര വരെയുള്ള താറുകളാണ്. ഡിഫറൻറ്റ് പലതും പല വേരിയന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഞാൻ പറയാൻ നമ്മള് വീഡിയോ സമയം കഴിയില്ല, അതുകൊണ്ട് ഓരോന്ന് എനിക്ക് പറയാൻ ഇഷ്ടമുണ്ട്. മൊത്തത്തിൽ എടുത്തിട്ട് ഒരുമിച്ച് കാണിച്ചത്, വേറൊന്നും വിചാരിക്കരുത്. ബാക്കിയുള്ള അത് മാത്രമല്ല, നമ്മുടെ അടുത്ത് MG കാണിച്ചു. MG തന്നെ 3 വണ്ടികളുണ്ട്. ജീപ്പ് കോമ്പസ് ഉണ്ട് 3 വണ്ടികളുണ്ട്. അതേപോലെ തന്നെ വേറെ GLE ഉണ്ട്, GLA ഉണ്ട്. എല്ലാ വണ്ടികളും ഉണ്ട്. നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിക്കാൻ ബോറടിക്കുന്നത് വിചാരിച്ചിട്ടാണ് ബാക്കി കാണിക്കുക. ഏത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറന്നു വേണ്ട, സ്പെഷ്യൽ റേറ്റ് ആണ്. ഇപ്പൊ ഇയർ എൻഡ് ആണ്, മന്ദറിലല്ല, ഇയർ എൻഡ് ആണ്. ഞാൻ പിന്നീട് ഒരിക്കൽ കൂടി പറയുന്നത്, നിങ്ങൾ ഒരു കാറ് നോക്കുന്ന ആളാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു സെമി പ്രീമിയം സെഗ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വാങ്ങിക്കണം എന്നൊരു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളെ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യുക. നമ്മളൊന്ന് പരിചയപ്പെടാം. വണ്ടി നിങ്ങൾക്ക് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിലും പെട്ടെന്ന് വാങ്ങിക്കണ്ട. ആഗ്രഹം മാത്രമാണെങ്കിലും നമ്മളെ വെറൈറ്റി നിങ്ങൾക്ക് മനസ്സിലാവും, ഡിഫറൻസ് മനസ്സിലാക്കണം. അതിനുവേണ്ടി എല്ലാവരും ക്ഷണിക്കാം. എല്ലാവർക്കും സ്വാഗതം. ഓൾവേസ് സ്വാഗതം. ഓക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ്. എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.